നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജു രാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള പതിവ്രത മഹാത്മ്യപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള സത്യവാൻ്റെയും സാവിത്രിയുടെയും കഥയാണ് നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യവാൻ തൻ്റെ മരണം ആയെന്നറിയാൻ വയ്യാതെ, മരണം ഇന്ന് നടക്കുമെന്ന് അറിയാൻ വയ്യാതെ കാട്ടിലേക്ക് പോകാനൊരുങ്ങുന്നതും സത്യവതി പിന്തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നതുമായിട്ടുള്ള ഭാഗം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. ഇത് വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മഴവും എടുത്തിട്ട് കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സത്യവാൻ്റെ അടുത്ത് നിന്നിട്ട് സാവിത്രി പറഞ്ഞു, ഞാനും ഇന്ന് അങ്ങയോടൊപ്പം വരുന്നുണ്ട്. കുറേ നാളുകളായിട്ട് അങ്ങയോടൊപ്പം കാട്ടിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങയോടൊപ്പം കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം അങ്ങ് എനിക്ക് തരണം എന്ന് പറയും. അപ്പോൾ സത്യവാൻ പറയുകയാണ്, ഈ നീ വിചാരിക്കുന്ന പോലെ എത്ര എളുപ്പമല്ല കാട്ടിലൂടെയുള്ള യാത്ര. ഒരുപാട് ദുഷ്കരമായിട്ടുള്ള വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നീ വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷേ സാവിത്രി വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യവാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ മാതാപിതാക്കളുടെ അടുത്തുനിന്ന് അനുവാദം വാങ്ങിക്കോളൂ. അവർ സമ്മതിക്കുകയാണെങ്കിൽ നീ എൻ്റെ കൂടെ വരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് സാവിത്രി തൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഭവാന്മാരെ, ഞാൻ 1 വർഷമായിട്ട് ഈ ആശ്രമത്തിൽ തന്നെ താമസിക്കുകയാണ്. ഇതുവരെ ഞാൻ ഒരു കാര്യവും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന് മാത്രം എനിക്ക് സത്യവാൻ്റെ കൂട്ടത്തിൽ പോകണമെന്ന് അതീവ ആഗ്രഹമുണ്ട്. ഈ കാടിൻ്റെ ഭംഗി എൻ്റെ ഭർത്താവിനോടൊപ്പം ചേർന്ന് ആസ്വദിക്കണമെന്ന് എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. തന്നെയുമല്ല, അഗ്നികാര്യത്തിന് വേണ്ടിയിട്ടുള്ള വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം പോകുന്നത്. അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിൽ തടസ്സം നിൽക്കരുത്. അതിന് തടസ്സം നിൽക്കുന്നത് ധർമ്മത്തിന് ചേരുന്ന കാര്യമേ അല്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യവാൻ്റെ പിതാവായിട്ടുള്ള ദുർമൽസേനൻ പറഞ്ഞു, ഇതുവരെ നമ്മളുടെ മരുമകൾ നമ്മളോട് ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അവളുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കണം. നീ സത്യവാനോടൊപ്പം പൊക്കോളൂ. പിന്നെ നീ പോകുന്ന സമയത്ത് നിൻ്റെ കാര്യം നീ നല്ലതുപോലെ സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മകനായിട്ടുള്ള സത്യവാനെ നീ സൂക്ഷിക്കുകയും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ മാതാപിതാക്കളുടെ അനുവാദവും അനുഗ്രഹവും ഒക്കെ വാങ്ങി സത്യവാനും സാവിത്രിയും കാടിൻ്റെ ഉള്ളിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. കാടിൻ്റെ ഭംഗി തൻ്റെ പ്രിയപ്പെട്ട പതിയോടൊപ്പം ചേർന്നിട്ട് ആസ്വദിച്ച സാവിത്രിയുടെ ഉള്ള് പക്ഷേ അതിഭയങ്കരമായി നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നാരദൻ പറഞ്ഞതിന് ശേഷം 1 വർഷം തികയുന്ന ദിവസമാണ്. ഇന്ന് തൻ്റെ ഭർത്താവ് ജീവൻ ഉപേക്ഷിക്കും എന്നുള്ള കാര്യം ഏകദേശം സാവിത്രിക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിൽ അതിഭയങ്കരമായിട്ടുള്ള നെറിപ്പുകച്ചിലുമായിട്ടാണ്, പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ വളരെ സന്തോഷകരമായിട്ടുള്ള മുഖഭാവവുമായിട്ടാണ് സാവിത്രി സത്യവാനോടൊപ്പം ആ കാടിൻ്റെ ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. തൻ്റെ ഭർത്താവ് ഇന്ന് തന്നെ വിട്ടുപോകുമെന്ന് ഓർത്തിട്ട് സാവിത്രിയുടെ ഹൃദയം 2ആയി പിളർന്നിരിക്കുകയായിരുന്നു. അവർ പോകുന്ന വഴിക്ക് കാട്ടിൽ നിന്നുള്ള പഴങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അതൊക്കെ കുട്ടയിൽ നിറച്ചുകൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഉണങ്ങിയ മരങ്ങൾ നിറഞ്ഞൊരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ സത്യവാൻ തൻ്റെ മഴുവെടുത്തിട്ട് ഒരു വൃക്ഷം മുറിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അങ്ങനെ ആ വൃക്ഷം മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ആയാസം കൊണ്ട് സത്യവാൻ്റെ ശരീരമൊക്കെ വിയർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് സത്യവതിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, പതിവില്ലാത്ത വിധം എൻ്റെ ശരീരം ഇന്ന് വിയർത്തിരിക്കുകയാണ്. എനിക്ക് അതിഭയങ്കരമായിട്ട് ഉള്ള ക്ഷീണം തോന്നുന്നു. എനിക്ക് ഹൃദയത്തിൽ അതിഭയങ്കരമായിട്ടുള്ള വേദനയും അതോടൊപ്പം തലയിൽ 100 ശൂലം കൊണ്ട് കുത്തുന്നത് പോലെയും തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തോന്നുന്നു സാവിത്രി, എനിക്കൊന്ന് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തറയിൽ കുത്തിയിരുന്നു. ആ സമയത്ത് സാവിത്രിയും കൂട്ടത്തിലിരുന്ന സമയത്ത് സത്യവാൻ ബോധം മറയുന്നത് പോലെ പുറകിലേക്ക് മറിഞ്ഞു വീണു ഇരുന്നിടത്തു നിന്നു. ആ സമയത്ത് സത്യവതി തൻ്റെ ഭർത്താവായിട്ടുള്ള സത്യവാൻ്റെ തല തൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് സത്യവാനെ നോക്കി ഇരിപ്പായി. സാധാരണ സ്ത്രീകൾ ചെയ്യുന്നത് പോലെ കരഞ്ഞ് നിലവിളിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സത്യവതി തയ്യാറായില്ല. അവൾ തൻ്റെ ഭർത്താവിനെയും കാത്തുകൊണ്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്തൊക്കെ സംഭവിച്ചാലും താൻ ഭർത്താവിനെ പിന്തുടരും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പും മനസ്സിലെടുത്തുകൊണ്ടായിരുന്നു സത്യവതി അവിടെ ഇരുന്നിരുന്നത്. ആ സമയത്ത് കറുത്ത രൂപമുള്ളതും ചുവന്ന കണ്ണുകളുമായിട്ട് ഉടനെ തന്നെ തുടുത്ത വസ്ത്രവും കെട്ടിവെച്ച തലമുടിയും സൂര്യനെപ്പോലെ ശോഭിക്കുന്നതുമായിട്ടുള്ള ഒരു പുരുഷനെ സാവിത്രി അവിടെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കയറ് പിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണിൽ രക്തത്തിൻ്റെ നിറമായിരുന്നു. സത്യവാനെ തന്നെ നോക്കിക്കൊണ്ട് ആ രൂപം നിൽക്കുന്നത് സാവിത്രി കണ്ടു. ആ രൂപത്തിനെ കണ്ട ഉടനെ സത്യവതി തൻ്റെ പതിയായിട്ടുള്ള സത്യവാൻ്റെ തല സാവകാശം തറയിലേക്ക് വെച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹത്തിനെ വണങ്ങി. അതിനുശേഷം സത്യവതി വളരെ ശാന്തതയോട് കൂടിയിട്ട് ആ പുരുഷനോട് ചോദിച്ചു, അമാനുഷമായിട്ടുള്ള ശരീരത്തോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഭവാൻ ആരാണ്? അങ്ങ് എന്ത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഇത് കേട്ടിട്ട് ആ രൂപം പറഞ്ഞു, ഹേ പതിവ്രതയായിട്ടുള്ള സാവിത്രി, ഞാൻ യമനാണ്. പതിവ്രതയും ധർമ്മശീലയും ആയതുകൊണ്ടാണ് നിനക്കെന്നെ കാണാനും എനിക്ക് നിന്നോട് സംസാരിക്കാനും വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിൻ്റെ ഭർത്താവിൻ്റെ ആയുസ് തീർന്നിരിക്കുകയാണ്.
ആ ഭർത്താവിൻ്റെ ജീവനെ കയറ് കെട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കേട്ടിട്ട് പതറാതെ ശാന്തതയോട് കൂടിയിട്ട് തന്നെ സത്യവതി യമനോട് ചോദിച്ചു, ഭവാനിയെ, സാധാരണ അങ്ങയുടെ ദാസന്മാരാണല്ലോ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരാറുള്ളത്, എന്തുകൊണ്ടാണ് അങ്ങ് നേരിട്ട് വന്നത്? അത് കേട്ട് കഴിഞ്ഞപ്പോൾ യമദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ ഭർത്താവ് വളരെ സദ്ഗുണസമ്പന്നനും ധർമ്മവാനും സത്യവാനുമാണ്. ഇത്രയും മഹാനായിട്ടുള്ള ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ നേരിട്ട് വരണമെന്ന് കരുതി ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. അതിനുശേഷം സത്യവാൻ്റെ ശരീരത്തിനുള്ളിലേക്ക് കയറിട്ടിട്ട് പെരുവിരലിൻ്റെ വലിപ്പമുള്ള ഒരു രൂപത്തിനെ കുരുക്കിട്ട് വലിച്ച് ശരീരത്തിൻ്റെ പുറത്തേക്കിട്ടു. ആ സമയത്ത് ആ ജീവൻ സത്യവാൻ്റെ ശരീരം വിട്ടിട്ട് ആ കുരുക്കിലേക്കാവുകയും സത്യവാൻ്റെ ശരീരത്തിൻ്റെ ശോഭ നഷ്ടപ്പെട്ട് അതൊരു മൃതശരീരമായിട്ട് മാറുകയും ചെയ്തു. യമദേവൻ അവനെ കെട്ടിയെടുത്തിട്ട് തെക്കോട്ട് യാത്രയായി. സാവിത്രി ദുഃഖത്തോടു കൂടിയിട്ട് അവനെ പിന്തുടരാൻ വേണ്ടിയിട്ട് തുടങ്ങി. മഹാവ്രതയും പതിവ്രതയുമായിട്ടുള്ള സാവിത്രി യമൻ പോകുന്ന ദിക്കിൽ യമനെ പിന്തുടരാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അത് കണ്ടിട്ട് യമൻ പറഞ്ഞു, ഹേ സാവിത്രി, നീ തിരിച്ചു പോവുക, നീ വീട്ടിൽ പോയിട്ട് അവന് വേണ്ടിയിട്ടുള്ള ഉദകക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. നീ ഒരു ഭാര്യയ്ക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി നീ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ നീ അവനെ അനുഗമിച്ചിട്ടുണ്ട്. ഇനി നീ എൻ്റെ പുറകെ വന്നാൽ അത് നിനക്ക് ഭയങ്കര ദുഷ്കരമായിട്ടുള്ള കാര്യമായിട്ട് മാറും. അതുകൊണ്ട് നീ ഉടനെ തന്നെ തിരിച്ചു പോക്കുള്ളൂ എന്ന് പറഞ്ഞു. സാവിത്രി പറഞ്ഞു, ഭവാൻ എൻ്റെ ഭർത്താവിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു അവിടേക്ക് ഞാനും വരും. അതിനുള്ള യോഗ്യത എനിക്കുണ്ട്. കാരണം ഞാൻ പതിവ്രതയാണ്, ഞാൻ വ്രതങ്ങളെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ അങ്ങേറ്റം ധർമ്മത്തിലുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയെ പിന്തുടരാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത എനിക്കുണ്ട്. സഖ്യം സാപ്തപ ദീനമെന്നാണ് പണ്ടത്തെ ബുദ്ധിയുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് പരസ്പരം 7 പദങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ അങ്ങയോട് സംസാരിക്കുകയാണ്. ഭവാൻ കേട്ടാലും. ആത്മജ്ഞാനമില്ലാത്തവൻ കാട്ടി വന്ന് പാർത്താലും അവന് സ്വന്തം ആത്മാവിനെക്കുറിച്ചുള്ള ബോധം വന്നിട്ടില്ല എങ്കിൽ അവന് പ്രത്യേകിച്ച് യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല. ആത്മജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുവൻ ബ്രഹ്മചര്യം പാലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആത്മജ്ഞാനം സംഭവിക്കുന്നത് ധർമ്മത്തിൽ നിന്നാണ്. ധർമ്മത്തിനെ അനുസരിക്കാത്തവർക്ക് ഒരിക്കലും ആത്മജ്ഞാനത്തിനെ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. സജ്ജനങ്ങളോടൊപ്പം ചേർന്നിട്ട് ഗൃഹസ്ഥാശ്രമം പാലിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആത്മജ്ഞാനത്തെ പാലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ബ്രഹ്മചര്യമോ സന്യാസമോ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ആത്മജ്ഞാനം കിട്ടൂ എന്ന് ആരും പറയുന്നില്ല. ധർമ്മം, ബ്രഹ്മചര്യം, സന്യാസം എന്നീ 3 ധർമ്മങ്ങളിലുള്ളതിൽ ഞാൻ ആദ്യത്തേതിനെയാണ് മുറുക്കെ പിടിച്ചിരിക്കുന്നത്. ധർമ്മവതിയായിട്ടുള്ള ഞാൻ ഗൃഹസ്ഥാശ്രമിയും കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ ഏതവസ്ഥയിലും പിന്തുടരുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കേട്ടിട്ട് യമന് അതീവ സന്തുഷ്ടമായി. ഇത്ര നല്ലതായിട്ട് ഒരു ഭർത്താവ് വെച്ചിട്ട് ഒരു സ്ത്രീ കരഞ്ഞ് നിലവിളിക്കാതെ തന്നോട് ജ്ഞാനം സമ്പാദിക്കുന്ന കേട്ടിട്ട് യമന് സാവിത്രിയിൽ അതീവ പ്രീതിയുണ്ടായി. അപ്പോൾ യമൻ പറഞ്ഞു, നിൻ്റെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമായിട്ടുണ്ട്. നീ എന്നോട് ഒരു വരം ചോദിച്ചോളൂ. ഇത് കേട്ടിട്ട് സാവിത്രി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങ് എൻ്റെ ഭർത്താവിൻ്റെ കുരുടനായിട്ടുള്ള അച്ഛന് കാഴ്ച തിരിച്ചു കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ ബലവും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വരം തരണം. അപ്പോൾ യമൻ പറഞ്ഞു, നീ എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ സംഭവിക്കും. ഇനി നീ തിരിച്ചു പോയിക്കോളൂ. ഇനിയുള്ള വഴി കൂടുതൽ ദുർഘടമാണ്. അതുകൊണ്ട് നിനക്ക് എന്നെ പിന്തുടരാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അപ്പോൾ സാവിത്രി പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് തളർച്ചയെന്ന ഒരു കാര്യം എനിക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. എവിടെയാണോ ഭർത്താവുള്ളത് അവിടെയാണ് എൻ്റെ ജീവൻ നിൽക്കുന്നത്. ഭവാൻ എൻ്റെ ഭർത്താവിനെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക് ഞാനും ഉറപ്പായിട്ടും വരും. നല്ല ആൾക്കാരുമായിട്ടുള്ള സംഗമം എല്ലാവർക്കും എപ്പോഴും നന്മ മാത്രമേ വരുത്തുകയുള്ളൂ. എൻ്റെ ഭർത്താവ് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ആ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ കഴിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സജ്ജനങ്ങളോടൊപ്പം സംഘം കൂടുന്നത് പോലെ അത്രയും നല്ലൊരു കാര്യം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. യമന് ഇതും കൂടി കേട്ടപ്പോൾ കൂടുതൽ സന്തോഷമായി. ഇത്ര യുക്തിയുക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവളിൽ സംപ്രീതനായിട്ട് യമൻ പറഞ്ഞു, നിന്നെപ്പോലെ യുക്തിയോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിനക്ക് രണ്ടാമത്തെ ഒരു വരവും കൂടി ചോദിച്ചോളൂ. നിന്നെ ഞാൻ വളരെയധികം സംപ്രീതയായിരിക്കുന്നു. കേട്ടിട്ട് സാവിത്രി പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ രാജ്യം ശത്രുക്കൾ അപഹരിച്ചിരിക്കുകയാണ്. ആ രാജ്യം തിരിച്ച് അദ്ദേഹത്തിന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം അങ്ങ് തരണം. ഇതാണ് എനിക്ക് വേണ്ട രണ്ടാമത്തെ വരം. യമൻ പറഞ്ഞു, നിൻ്റെ രണ്ടാമത്തെ വരവും ഞാൻ പ്രസാദിച്ച് നൽകുകയാണ്. ഇനി നീ തിരിച്ചു പോയിക്കോളൂ. ഇനിയുള്ള വഴി നിനക്ക് നടക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇത് കേട്ടിട്ട് ബുദ്ധിമതിയായിട്ടുള്ള സാവിത്രി യമനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങ് പ്രജകളെ നിയമാനുസരണം നിഗ്രഹിച്ച് അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള വിധിയിലൂടെ കടത്തിവിടാൻ വേണ്ടിയിട്ട് അങ്ങ് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ യമൻ എന്നുള്ള പേരിൽ അങ്ങ് അങ്ങേറ്റം വിഖ്യാതനായിട്ട് ഇരിക്കുകയാണ്. നിയമത്തിൻ്റെ ദൃഢമായിട്ടുള്ള നിഷ്ഠയിൽ നിൽക്കുന്ന അങ്ങ് ഇനി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. സാവിത്രി തുടരുകയാണ്. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുകയും ദാനത്താലും അനുഗ്രഹത്താലും
തൻ്റെ സഹജീവികളെയും രക്ഷിക്കലാണ് ഒരു സജ്ജനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ധർമ്മം. ഇങ്ങനെയുള്ള ധർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങ് ധർമ്മരാജാവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ പാവങ്ങളായിട്ടുള്ള മനുഷ്യരെ പലപ്പോഴും അങ്ങേപ്പോലെ ഈ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അശക്തരാണ്. യമൻ പറഞ്ഞു, എടോ സാവിത്രി, നിന്റെ വാക്കുകൾ ദാഹിച്ച് വലഞ്ഞ് ഇരിക്കുന്നവന് ജലം കിട്ടുന്നത് പോലെ തന്നെ സുഖം തരുന്ന ഒരു കാര്യമാണ്. നിന്നിൽ ഞാൻ വീണ്ടും സംപ്രീതയായിരിക്കുന്നു. നീ മൂന്നാമത് ഒരു വരവും കൂടി ചോദിച്ചോളൂ. എന്നിട്ട് നീ പക്ഷേ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ഇത് കേട്ടിട്ട് ബുദ്ധിമതിയായിട്ടുള്ള സത്യവതി മൂന്നാമതൊരു വരവും കൂടി ചോദിച്ചു. സാവിത്രി പറഞ്ഞു, എൻ്റെ പിതാവായിട്ടുള്ള അശ്വപതി അദ്ദേഹം പുത്രഹീനനാണ്. അദ്ദേഹത്തിന് 100 പുത്രന്മാർ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കുലവർദ്ധകരായിട്ടുള്ള 100 പുത്രന്മാർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങ് എൻ്റെ അച്ഛനെ അനുഗ്രഹിക്കണം. ഇത് കേട്ടിട്ട് യമധർമ്മൻ വീണ്ടും സാവിത്രിക്ക് ആ വരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഭവതി, നീ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ഇപ്പോൾ തന്നെ അനുവദിക്കപ്പെട്ടതിലും ഒരുപാട് ദൂരം നീ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നീ വിധിയെ മാനിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവൂ. സാവിത്രി ആ സമയത്ത് ശാന്തമായിട്ട് ഉത്തരം പറയാൻ വേണ്ടി തുടങ്ങി. എൻ്റെ ഭർത്താവിൻ്റെ സന്നിധിയിൽ ദൂരം എനിക്കൊരു പ്രശ്നമേയല്ല. എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ എനിക്കൊരു പേടിയുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങയോടൊപ്പം നടന്നുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം തുടരട്ടെ. ബുദ്ധിമതിയായിട്ടുള്ള സാവിത്രി യമദേവനെ പ്രകീർത്തിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവൾ പറഞ്ഞു, സൂര്യൻ്റെ പുത്രനായിട്ടുള്ള അങ്ങ് വൈവസ്വതൻ എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അങ്ങ് താരതമ്യ വിചാരമൊന്നും കൂടാതെ ധർമ്മം ആചരിക്കുന്നത് കൊണ്ട് അങ്ങ് ധർമ്മരാജാവ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇപ്രകാരം ഭവാൻ എപ്പോഴും സജ്ജന പ്രിയനായിട്ടുള്ള ഒരു ദേവനാണ്. അങ്ങ് സജ്ജനങ്ങളെ സ്നേഹിക്കുന്നത് പോലെയുള്ള സ്നേഹം ആളുകൾക്ക് സ്വന്തം ആത്മാവിനോട് പോലും ഉണ്ടാവുകയില്ല. എല്ലാ ജീവികളെയും ഒരുപോലെ സ്നേഹിക്കുന്ന അങ്ങയെ പിന്തുടരുന്ന സമയത്ത് എനിക്ക് എങ്ങനെ ക്ഷീണമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സാവിത്രി തുടരുകയാണ്, അങ്ങയെ പിന്തുടരുന്ന സമയത്ത് അങ്ങയുടെ സംരക്ഷണം എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. യമദേവൻ പറഞ്ഞു, ഇതുപോലെ ഹൃദയം കവരുന്ന ഒരു സംഭാഷണം നിന്നിൽ നിന്നല്ലാതെ ഞാൻ ഇതുവരെ ആരിൽ നിന്നും കേട്ടിട്ടില്ല. എനിക്ക് നിന്നിലുള്ള സന്തോഷം വർദ്ധിച്ചു വരികയാണ്. നിനക്ക് 4മതൊരു വരം കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഞാൻ ചോദിക്കുകയാണ്. സത്യവാൻ്റെ ജീവൻ ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും നിനക്ക് ചോദിക്കാം. അത് കേട്ടിട്ട് പതിവ്രതയായിട്ടുള്ള ബുദ്ധിമതിയായിട്ടുള്ള സാവിത്രി പറഞ്ഞു, എനിക്ക് വംശവർദ്ധകരായിട്ടുള്ള 100 പുത്രന്മാരുണ്ടാകണമെന്ന് അങ്ങ് അനുഗ്രഹിക്കണം. ഇത് കേട്ടിട്ട് യമഭഗവാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സത്യവതിയുടെ ആ വരവും സാധിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രസാദിച്ചു. അതിനുശേഷം യമദേവൻ സത്യവതിയോട് പറഞ്ഞു, ഇനിയും നീ എൻ്റെ പുറകെ വരേണ്ട ആവശ്യമില്ല. ഞാൻ നിനക്ക് കനിഞ്ഞ് 4 വരങ്ങൾ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നീ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തിരിച്ചു പോകൂ. നിൻ്റെ ഭർത്താവിൻ്റെ ഉദകക്രിയകളൊക്കെ നീ അവിടെ ചെന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കൊള്ളൂ. സാവിത്രി പക്ഷേ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. വീണ്ടും യമന് വളരെയധികം സന്തോഷമാകുന്ന രീതിയിൽ യമൻ്റെ ഗുണഗണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് സത്യവതി വീണ്ടും യമനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. യമനെ തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് സത്യവതി ഇങ്ങനെ ശാന്തതയോട് കൂടിയിട്ട് സംസാരിക്കുന്ന കണ്ടിട്ട് യമന് വീണ്ടും വളരെയധികം സന്തോഷമായി. യമൻ പറഞ്ഞു, എടോ പതിവ്രതേ, എൻ്റെ ധർമ്മത്തെക്കുറിച്ച് പറയുന്തോറും നിന്നിൽ എനിക്ക് അതിഭയങ്കരമായിട്ടുള്ള പ്രസാദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വരവും കൂടി നീ ചോദിച്ചുകൊള്ളൂ. സാവിത്രി പറഞ്ഞു, അങ്ങ് തന്ന വരം ഫലിക്കണമെങ്കിൽ എൻ്റെ ഭർത്താവ് ജീവനോടെ വരണം. പതിവ്രതയായിട്ടുള്ള ഞാൻ സത്യവാനല്ലാതെ വേറെ ആരെയും ഭർത്താവായിട്ട് സ്വീകരിക്കുകയില്ല. എനിക്ക് 100 പുത്രന്മാർ ഉണ്ടാകണമെന്നല്ലേ അങ്ങ് വരം തന്നിട്ടുള്ളത്. അത് സാധ്യമാകണമെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ജീവനെ അങ്ങ് വിട്ടുതരണം. ധർമ്മിഷ്ഠനായിട്ടുള്ള അങ്ങ് സദാചാരത്തിനല്ലാത്ത രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് പുത്രന്മാരുണ്ടാകണമെങ്കിൽ അത് സത്യവാനുമായിട്ടുള്ള ദാമ്പത്യത്തിൽ നിന്ന് മാത്രമല്ലേ സാധ്യമാവുകയുള്ളൂ. അതിന് സത്യവാൻ ജീവിക്കേണ്ടത് വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഭർത്താവില്ലെങ്കിൽ പിന്നെ സ്വർഗം കൊണ്ട് എനിക്ക് എന്ത് കാര്യമാണുള്ളത്? ഭർത്താവില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമേ ഇല്ല. 100 പുത്രന്മാരെ തരാമെന്ന് എനിക്ക് വരം തന്നിട്ട് അങ്ങ് എൻ്റെ ഭർത്താവിൻ്റെ ജീവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങയുടെ വരം എങ്ങനെയാണ് സാഫല്യത്തിലാവുന്നത്? സത്യവാൻ ജീവിക്കുന്നതിന് ഭവാൻ എനിക്ക് വരം തന്നാലും എന്നാൽ മാത്രമേ അങ്ങയുടെ അവസാനത്തെ വരമായിട്ടുള്ള 100 പുത്രന്മാർ എനിക്ക് ജനിക്കണം എന്നുള്ള വരം സാഫല്യത്തിലേക്ക് എത്തുകയുള്ളൂ. മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. സത്യവതിയുടെ ധർമ്മനിഷ്ഠയിലും പാതിവൃത്യത്തിലും അതോടൊപ്പം തന്നെ ബുദ്ധിസാമർത്ഥ്യത്തിലും യമദേവന് അതീവമായിട്ടുള്ള പ്രസാദമുണ്ടായി. അങ്ങനെ സത്യവതിയുടെ ഇഷ്ടത്തിനനുസരിച്ച് സത്യവതിയിൽ പ്രസാദിച്ച യമൻ കാലപാശത്തിൽ നിന്നും സത്യവാനെ മോചിപ്പിച്ചു. അതിനുശേഷം അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇവനോടൊപ്പം പെട്ടെന്ന് തന്നെ ഇവൻ്റെ ശരീരത്തിനടുത്തേക്ക് പോവുക. അവനിനിയും ധർമ്മിഷ്ഠനായിട്ട് 400 വർഷം ജീവിക്കും. നിങ്ങൾക്ക് 2 പേർക്കും കൂടി 100 ധർമ്മിഷ്ഠരായിട്ടുള്ള മക്കളുണ്ടാവും. അവരെ വംശവർദ്ധകരായിട്ട് നിലനിൽക്കും. യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ നടത്തി അവർ ലോക പ്രശസ്തരായി തീരും. നിൻ്റെ പിതാവിനും 100 പുത്രന്മാർ ജനിക്കും. നിൻ്റെ പിതാവിനും 3 പുത്രന്മാർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ജനിക്കും. നിൻ്റെ ഭർത്താവിൻ്റെ പിതാവിന് രാജ്യം തിരികെ കിട്ടും. നീ ചോദിച്ച വരങ്ങളെല്ലാം സാവിത്രി
ഉടനെ തന്നെ നടപ്പിലാകുന്നതാണ്. ഇപ്രകാരം സാവിത്രിയുടെ ഭർത്താവിൻ്റെ ജീവനെ തിരിച്ചു കൊടുത്തതിന് ശേഷം പ്രസാദവാനായിട്ടുള്ള യമഭഗവാൻ യമലോകത്തേക്ക് തിരിച്ചുപോയി. സാവിത്രി തൻ്റെ ഭർത്താവിൻ്റെ ജഡം കിടന്ന ഭാഗത്തേക്ക് കിതച്ചുകൊണ്ട് ഓടിയെത്തി അദ്ദേഹത്തിൻ്റെ തലയും മടിയിൽ വെച്ചുകൊണ്ട് അവിടെ ഇരിപ്പായി. സാവിത്രിയുടെ മടിയിൽ തല വെച്ച ഉടനെ അവന് ബോധം വന്നു. ഒരു ദീർഘമായിട്ടുള്ള ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റതുപോലെ അവൻ കണ്ണു തുറന്നു. എന്നിട്ട് സാവിത്രിയോട് പറഞ്ഞു, സാവിത്രി, ഞാൻ വളരെ നേരം ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. നീ എന്താണ് എന്നെ വിളിക്കാതിരുന്നത്? എനിക്ക് മരം വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതിഭയങ്കരമായിട്ടുള്ള വിയർപ്പും ക്ഷീണവും ഉണ്ടായി. അങ്ങനെ നിൻ്റെ മടിയിൽ കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ സമയത്ത് കറുത്ത നിറമുള്ള ചുവന്ന കണ്ണുള്ള ഒരു രൂപം എൻ്റെ അടുത്തേക്ക് വരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പോൾ ഞാൻ വീണ്ടും നിൻ്റെ മടിയിൽ കിടക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇത് കേട്ടിട്ട് സാവിത്രി പറഞ്ഞു, അങ്ങ് എൻ്റെ മടിയിൽ കിടന്ന് ദീർഘമായി ഉറങ്ങിപ്പോയി. അങ്ങേ ഉണർത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ നേരം ഇരുട്ടിയിരിക്കുന്നു. അങ്ങേക്ക് ശരീരത്തിന് ബലമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ആശ്രമത്തിലേക്ക് പോകാം. ആ സമയത്താണ് സത്യവാന് പരിസരബോധമുണ്ടാകുന്നത്. സത്യവാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കൂരിരുട്ടായിട്ടുണ്ട്. അപ്പോൾ കൂരിരുട്ടിലൂടെ തിരികെ തങ്ങളുടെ ആശ്രമം കണ്ടുപിടിച്ച് പോകുന്നതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ സത്യവാൻ അതീവ ആശങ്കാകുലനായി തീർന്നു. എങ്ങനെ പോകണം എന്ന് വിചാരിച്ചിട്ട് അവൻ അതിഭയങ്കരമായിട്ട് വിഷമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷേ താൻ ചെന്നില്ല എങ്കിൽ തൻ്റെ മാതാപിതാക്കൾ അതിഭയങ്കരമായിട്ട് ദുഃഖിക്കും എന്നുള്ള കാര്യവും സത്യവാൻ അറിയാമായിരുന്നു. അങ്ങനെ പല രീതിയിൽ തൻ്റെ വിഷമങ്ങളൊക്കെ സാവിത്രിയോട് പറഞ്ഞതിന് ശേഷം അവസാനം സ്ഥിരമായിട്ട് വരുന്ന വഴിയിലൂടെയും, അതായത് അതോടൊപ്പം തന്നെ വരുന്ന വഴിക്ക് മരത്തിൽ നിന്നും ഫലങ്ങൾ പൊട്ടിച്ചിട്ടുള്ള ആ അടയാളങ്ങളും നോക്കി വെളുത്തവായതിനാൽ മരങ്ങളുടെ ഇടയിലൂടെ നിലാവും കൂടി വരുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ആശ്രമത്തിൻ്റെ ദിക്ക് ലക്ഷ്യമാക്കി സാവിത്രിയുടെ കയ്യും പിടിച്ചുകൊണ്ട് സത്യവാൻ കാട്ടിലൂടെ തപ്പിത്തപ്പി തിരിച്ച് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അവിടെ ആശ്രമത്തിൽ ദ്വിമൽസേനൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിക്കഴിഞ്ഞിട്ട് ഇരുട്ടായതറിഞ്ഞിട്ട് ദ്വിമൽസേനന് അതിഭയങ്കരമായിട്ടുള്ള വിഷമമായി. സാധാരണ മകൻ വരുന്നതിൽ നിന്നും ഒരുപാട് താമസിച്ചിരിക്കുന്നു. അങ്ങനെ കണ്ണിന് കാഴ്ച കിട്ടിയെങ്കിലും അതിന് സന്തോഷമുണ്ടെങ്കിലും തൻ്റെ മകനെയും മരുമകളെയും കാണാതെ വിഷമിച്ചുകൊണ്ട് ദ്വിമൽസേനൻ അവിടെ വിലപിച്ചുകൊണ്ട് അവിടെ എല്ലാം തപ്പി നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ കൂട്ടത്തിലുള്ള വിശിഷ്ടന്മാരായിട്ടുള്ള ബ്രാഹ്മണരൊക്കെ ദ്വിമൽസേനനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ ഓരോരുത്തരും പല രീതിയിലുള്ള ആശ്വാസവാക്കുകൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും അത് കേൾക്കുന്ന സമയത്ത് ദ്വിമൽസേനൻ്റെ മനസ്സിൽ നിന്നും ആപൽചിന്തകളൊക്കെ ഒഴിയുമെങ്കിലും പിന്നീട് വീണ്ടും ആപൽചിന്തയിലേക്കും ആശങ്കയിലേക്കും പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ബ്രാഹ്മണരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ദ്വിമൽസേനൻ തിരിച്ച് ഭാര്യയുമൊത്ത് ആശ്രമത്തിലേക്ക് വന്നിട്ട് അവിടെ കരഞ്ഞുകൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരായിട്ടുള്ള മുനിമാരെല്ലാം ചുറ്റിനും കൂടി ദ്വിമൽസേനനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് സത്യവാൻ സാവിത്രിയോടൊപ്പം പൂർവാധികം ശോഭയോട് കൂടിയിട്ട് ആശ്രമത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള മുനീശ്വരന്മാരെല്ലാവരും പറഞ്ഞു, നോക്കൂ, ഇതാ അങ്ങയുടെ പുത്രനായിട്ടുള്ള സത്യവാൻ ഭാര്യാസമേതം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഭവാന് അഭിവൃദ്ധി ഉണ്ടാവട്ടെ. പുത്രനെ തിരിച്ചു കിട്ടി, സാവിത്രിയും തിരിച്ചു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ അങ്ങയുടെ കണ്ണിനും കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഈ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായ ഈ സമയത്ത് അങ്ങയ്ക്ക് ഞങ്ങളുടേതായിട്ടുള്ള അനുഗ്രഹം കൂടി തരികയാണ്. അങ്ങയ്ക്ക് വീണ്ടും അഭിവൃദ്ധി ഉണ്ടാവട്ടെ. ഇങ്ങനെ ദ്വിമൽസേനനെ അനുഗ്രഹിച്ചതിന് ശേഷം ആ വൃദ്ധ ബ്രാഹ്മണർ, ആ സന്യാസ ശ്രേഷ്ഠന്മാർ സത്യവാനോടും സാവിത്രിയോടുമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, നിങ്ങൾ കാട്ടിൽ നിന്നും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്രയും താമസിച്ചത്? എന്ത് തടസ്സമാണ് നിങ്ങൾക്ക് ഉണ്ടായത്? നിന്റെ അച്ഛൻ അതിഭയങ്കരമായിട്ടുള്ള ദുഃഖത്തിലായിരുന്നു. നിന്റെ അച്ഛനോടൊപ്പം ചേർന്ന് ഞങ്ങളും വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളാലാവും വിധം നിന്റെ അച്ഛനെ ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഭവാൻ വിസ്തരിച്ച് പറയണം. സത്യവാൻ തനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളെല്ലാം ഈ മുനീശ്വരന്മാരോട് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ സാവിത്രിയോട് ചോദിച്ചു, നിങ്ങൾ പോയതിനു ശേഷം നിൻ്റെ പിതാവിൻ്റെ കണ്ണ് തെളിഞ്ഞിരിക്കുകയാണ്. സാവിത്രി, നീ പറയൂ, എന്താണ് അവിടെ സംഭവിച്ചത്? നീ സത്യാവസ്ഥ ഞങ്ങളോട് പറയൂ. ഞങ്ങളോട് ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. സാവിത്രി പറഞ്ഞു, നിങ്ങൾ ഊഹിച്ചത് ശരിയാണ്. സത്യം എന്നായാലും പുറത്ത് വരിക തന്നെ ചെയ്യും. അങ്ങനെ സാവിത്രി താൻ ഭർത്താവിനെ തിരക്കി വന്ന് സത്യവാനെ സ്വീകരിച്ചതിന് ശേഷം തിരിച്ച് രാജകൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞ കാര്യങ്ങളും മരണം 1 വർഷത്തിനുള്ളിൽ സത്യവാന് നടക്കാൻ പോകുമെന്നുള്ള കാര്യവും അതിനു വേണ്ടിയിട്ട് വ്രതമെടുത്തിട്ട് ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് എന്തൊക്കെ സംഭവിച്ചാലും താൻ തിരികെ തൻ്റെ ഭർത്താവിനെ കൊണ്ടുവരുമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് സത്യവാനോടൊപ്പം പോയ ഒരു സംസാരം കൊണ്ട് യമധർമ്മനെ പ്രീതിപ്പെടുത്തി വരങ്ങൾ നേടിയ കാര്യവും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് സാവിത്രി ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു. സാവിത്രി പറഞ്ഞു, ഞാൻ ചോദിച്ച വരങ്ങൾ എൻ്റെ ഭർത്താവായിട്ടുള്ള സത്യവാൻ്റെ പിതാവിന് കണ്ണിന് കാഴ്ച കിട്ടാനും അദ്ദേഹത്തിൻ്റെ രാജ്യം തിരിച്ചു കിട്ടാനും എൻ്റെ പിതാവിന് 100 മക്കളുണ്ടാവാനും അതോടൊപ്പം തന്നെ എനിക്ക് 100 മക്കളുണ്ടാവാനുമാണ്. അങ്ങനെയാണ് സത്യവാന് ജീവൻ തിരിച്ചു കിട്ടിയത്. ഇനി അദ്ദേഹം 400 വർഷങ്ങൾ ഒരുമിച്ച് എന്നോടൊപ്പം ഉണ്ടാവും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന മുനി ശ്രേഷ്ഠന്മാർക്കെല്ലാവർക്കും അതീവ സന്തുഷ്ടരായി. അവർ രാജാവിനോട് പറഞ്ഞു, നോക്കൂ, അങ്ങയുടെ പതിവ്രതയായിട്ടുള്ള മരുമകൾ ചെയ്ത എത്ര മഹത്തായിട്ടുള്ള കാര്യമാണെന്ന് കണ്ടു. അങ്ങേക്കിനി രാജ്യവും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
അങ്ങ് അതുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ടിരിക്കും. മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. ആ രാത്രി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം കാട്ടിലേക്ക് വിമൽസേനൻ്റെ രാജ്യത്തു നിന്നും ഒരു ദൂതം വന്നു. അവൻ വന്നിട്ട് പറഞ്ഞു, അവിടുത്തെ പ്രധാനമന്ത്രി, വിമൽസേനൻ്റെ രാജ്യത്തെ പ്രധാനമന്ത്രി ആ രാജാവിനെയും അവൻ്റെ അനുചരന്മാരെയും എല്ലാം വധിച്ചിരിക്കുന്നു. വീണ്ടും വിമൽസേനെ രാജാവാക്കണം എന്നാണ് പ്രജകളുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങ് അതുകൊണ്ട് ദയവേത് തിരിച്ച് നാട്ടിലേക്ക്, രാജ്യത്തേക്ക് തിരിച്ചു വരണം. അങ്ങേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയും പരിവാരങ്ങളും ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. അങ്ങക്ക് കണ്ണിന് കാഴ്ചയെങ്കിലും ഇല്ലെങ്കിൽ പോലും അങ്ങയെ രാജാവാക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ വിമൽസേനന് രാജ്യവും തിരിച്ചു കിട്ടി. അതിനുശേഷം മാർക്കണ്ഡേയ മഹർഷി തുടരുകയാണ്. ശാലപുരിയിൽ തിരിച്ചെത്തിയ വിമൽസേനനെ അവിടുത്തെ പുരോഹിതന്മാരെല്ലാവരും ചേർന്ന് ശേഖരിച്ചിട്ട് അദ്ദേഹത്തിനെ അവിടുത്തെ മഹാരാജാവായിട്ട് അഭിഷേകം ചെയ്തു. പിന്നെ കാലം കുറെ കഴിഞ്ഞതിന് ശേഷം സാവിത്രിക്ക് 100 മക്കളുണ്ടായി. ഇതേ സമയം തന്നെ മദ്രരാജാവായിട്ടുള്ള അശ്വപതിക്കും തൻ്റെ മകളുടെ വരപ്രസാദത്താൽ 100 മക്കളുണ്ടായി. അവരെല്ലാവരും കുലവർദ്ധകരും ധർമാനുവർത്തികളുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. പതിവ്രത കൊണ്ട് ഒരു കുടുംബത്തിനും ഒരു രാജ്യങ്ങൾക്കുമൊക്കെ ഉണ്ടാകുന്ന മഹാത്മ്യം യുധിഷ്ഠിരനെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. ഇങ്ങനെ സത്യവാൻ്റെയും സാവിത്രിയുടെയും മനോഹരമായിട്ടുള്ള കഥ യുധിഷ്ഠിരനെ പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷം മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, എങ്ങനെയാണോ സാവിത്രി സത്യവാന്യം കുടുംബത്തിനെയും രക്ഷിച്ചത്, അതുപോലെ കൃഷ്ണ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കും. വൈശമ്പായനൻ കഥ തുടരുകയാണ്. പ്രകാരം മാർക്കണ്ഡേയ മഹർഷിയിൽ നിന്നും കഥകൾ കേട്ടിട്ട് ദുഃഖമൊക്കെ ആകുന്ന യുധിഷ്ഠിരാദികൾ കാമികവനത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ കഥ നല്ലതുപോലെ കേൾക്കുന്ന ഭക്തർക്ക്, ഈ സാവിത്ര്യുപാഖ്യാനം എന്ന് പറയുന്ന ഭാഗം കേൾക്കുന്ന ഭക്തർക്ക് എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുകയും അവരുടെ ജീവിതത്തിൽ ദുഃഖം ഒഴിഞ്ഞവരും സുഖം വർദ്ധിക്കുന്നവരുമായിട്ട് വളരെ കാലം ജീവിച്ചിരിക്കും. നമ്മളുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ ഒരു കഥ നമ്മൾ അടുത്ത വീഡിയോയിൽ ആരംഭിക്കും. അപ്പോൾ ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് എന്നെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു. നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.